നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടി അയയുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. മുകേഷിന്റെ പേരിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായെന്നാണ് റിപ്പോർട്ട്. CPM MLA ആയ മുകേഷിന്റെ പേരിൽ ബലാത്സംഗ കുറ്റം പോലീസ് ചുമത്തിയതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എതിർപ്പുണ്ട്. കുറ്റം എന്തുതന്നെയായാലും മുകേഷിനെ പോലെ ഒരാളുടെ ഇമേജ് തകർത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വമായ നീക്കമായി പാർട്ടിയും മുഖ്യമന്ത്രിയും കരുതുന്നുണ്ട്. എന്നാൽ പോലീസിനെ ഗുണദോഷിക്കാൻ കഴിയാത്ത തരത്തിൽ സർക്കാരും പാർട്ടിയും നിസ്സഹായരായി മാറുന്നുവെന്നാണ് പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവി മുതൽ ഇതാണ് അവസ്ഥ. നാളെ പിണറായിയുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് അവസ്ഥ. മുകേഷ്, സിദ്ദിഖ് തുടങ്ങിയ നടന്മാരുടെ പേരിൽ ലൈംഗികമായ അതിക്രമത്തിന് അപ്പുറം ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയതോടുകൂടി മുൻകൂർ ജാമ്യം വലിയ വെല്ലുവിളിയാകുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. പരാതി ഉണ്ടായ കാലതാമസം പ്രതികൾക്ക് രക്ഷയായേക്കാമെന്ന വിലയിരുത്തലിനിടയിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുകേഷിന്റെ അറസ്റ്റ് സെപ്റ്റംബർ 3 വരെ ഈ സെഷൻസ് കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനത്തിന് പരാതിക്കാരുടെ മൊഴി അടക്കം നിർണായകമാകും. ഇനി ഏതായാലും മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയുമില്ല. അങ്ങനെ സംഭവിച്ചാൽ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. മുഖ്യമന്ത്രിക്ക് തടയാനും കഴിയില്ല. ADGP അജിത് കുമാർ പ്രതിസന്ധിയിലായതോടുകൂടി സർക്കാരിന്റെ വിശ്വസ്തനും വെള്ളത്തിലായിരിക്കുകയാണ്. CPM MLA PV അൻവർ തന്നെ അജിത് കുമാറിനെതിരെ രംഗത്തെത്തിയിട്ടും പിണറായിക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഇതും സർക്കാരിനെ ബാധിക്കും. പരാതി ഉന്നയിക്കാൻ ഉണ്ടായ കാലതാമസമാണ് പ്രതികൾ പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുക. മുകേഷിനെതിരായ ആരോപണത്തിൽ 14 വർഷത്തെയും സിദ്ദിഖിനെതിരായ ആരോപണത്തിന് 8 വർഷത്തെയും പഴക്കമുണ്ട്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മാത്രമാണ് പരാതി പറയാനുള്ള ധൈര്യം ലഭിച്ചത് എന്നതിനാൽ കാലതാമസം എന്ന വാദം പ്രതികൾക്ക് സഹായകരമാകില്ല എന്നാണ് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ T. ആസഫ് അലി പറയുന്നത്. എന്നാൽ ജാമ്യമാണ് ചട്ടം എന്നതിനാൽ ബലാത്സംഗ കേസിലും കാലതാമസം മുൻകൂർ ജാമ്യത്തിന് പരിഗണിക്കപ്പെട്ടേക്കാം എന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ MR അഭിലാഷ് പറയുകയാണ്. സംവിധായകൻ VK പ്രകാശാണ് മുൻകൂർ ജാമ്യം തേടി ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ എത്തിയത്. നടന്മാർ പലരും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. 2009 സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് ബംഗാളി നടി ആരോപിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിന് ചുമത്തുന്ന IPSCയിലെ വകുപ്പ് 354 2009 ജാമ്യം കിട്ടുന്ന കുറ്റമായിരുന്നു. ഡൽഹിയിൽ നിർഭയ സംഭവത്തിന് ശേഷം 2013 ക്രിമിനൽ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയോടുകൂടിയാണ് ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ കുറ്റമായി മാറിയത്. എന്നാൽ ക്രിമിനൽ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലാത്തത് രഞ്ജിത്തിന് ആശ്വാസകരമാണ്. പീഡന കേസിൽ MLA മുകേഷിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യ ധൃതിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. കൊച്ചി മരടിലെ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത്. മുകേഷിനെതിരെ ലൈംഗിക അതിക്രമം ഉന്നയിച്ച പരാതിക്കാരെ വീട്ടിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും വീടിന്റെ താക്കോൽ മുകേഷ് നേരത്തെ കൈമാറിയിരുന്നില്ല. ഇതോടെ ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തിയെങ്കിലും പരിശോധന നടത്താനാകാതെ അന്വേഷണ സംഘം മടങ്ങുകയായിരുന്നു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് CPMന്റെ നിലപാട്. കോടതിയിലെത്തിയാൽ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യത അടക്കം CPM മുന്നിൽ കാണുന്നുമുണ്ട്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണെന്നുമാണ് മുകേഷിന്റെ വിശദീകരണം. തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ല എന്നും പരാതിക്കാരെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. നടി അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയിൽ തനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നാണ് മുകേഷ് കരുതുന്നത്. ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ കഴിയുകയുമില്ല. മുകേഷിനെ CPMനെ പണ്ടേ മടുത്തതാണ്. എന്നാൽ CPMന് മുകേഷിനെ ഒഴിവാക്കാനും കഴിയില്ല. കാരണം മുകേഷ് രാജിവെച്ചാൽ കൊല്ലം സീറ്റ് നഷ്ടമാകും. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി KT ജലീൽ MLAയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. അൻവറിന് പിന്നാലെയാണ് ജലീലിന്റെ പ്രതികരണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചാൽ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രംഗത്ത് വരുന്നത്. SP സുജിത് ദാസിന്റെയും PV അൻവർ MLAയുടെയും ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. SDGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കണം. ഏത് കേസും അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള സംഘമാണ് ഇവർ. IPSകാർ കീഴുദ്യോഗസ്ഥരോട് അടിമകളെ പോലെയാണ് പെരുമാറുന്നത്. പൊതുപ്രവർത്തകരോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുച്ഛമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും KT ജലീൽ ആവശ്യപ്പെട്ടു. ഇതാണ് ജലീലിന്റെ പോസ്റ്റ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിക്കാൻ അധ്വാനം ചെയ്ത് പഠിക്കുന്നതും IPS പട്ടം നേടുന്നതും ജനങ്ങളെയും നാടിനെയും സേവിക്കാനുള്ള ഈ ത്വര കൊണ്ടാണെന്നാണ് നാം കരുതുക. സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അറിയാവുന്നവരാണോ ഉന്നത ശ്രേണിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ? ഭൂരിപക്ഷം പേരും അങ്ങനെ അല്ലെന്നാണ് പലരുടെയും അനുഭവം.
പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് അവരേത് പാർട്ടിക്കാരാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിലയില്ലെങ്കിൽ അവിടെ പിന്നെ കയറി പറ്റുക നാട്ടിലെ മാഫിയ സംഘങ്ങളും സമ്പന്നരുമായിരിക്കും. ഉയർന്ന ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കത്തിയും കഴുത്തും കയ്യിൽ വെച്ച് കൊടുത്താൽ അവരതുകൊണ്ട് നാട് നന്നാക്കുകയല്ല, സ്വന്തം വീട് നന്നാക്കുകയാണ് ചെയ്യുക. IPSകാരിൽ റിട്ടയർ ചെയ്തവരുടെ വീട്ടിലെ ഫർണിച്ചറുകളും സ്വത്തും, സഞ്ചരിക്കുന്ന കാറും, ബിസിനസ് ബന്ധങ്ങളും, മകളുടെ ആഡംബര ജീവിതവും നിരീക്ഷിച്ചാൽ ആരൊക്കെയാണ് മര്യാദക്കാരായ കുഞ്ചിക സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ എന്ന് ബോധ്യമാകും. എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്, സത്യസന്ധരും നിഷ്കളങ്കരുമുണ്ട്. അവർക്ക് പക്ഷേ സേനയിൽ സ്വാധീനം കുറവാകും. IPSകാർ കീഴുദ്യോഗസ്ഥരോട് പെരുമാറുന്നത് അടിമകളോടെന്ന പോലെയാണ്. പരമാവധി സാധാരണ പോലീസുകാരെ കണ്ണിൽ ചോരയില്ലാതെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നല്ലൊരു ശതമാനം IPSകാരും. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും പോലീസ് സേനയെ ഉന്നത സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ പതിറ്റാണ്ടുകളായി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങാടിയിൽ പാട്ടാണ്. പോലീസ് സേന രൂപീകരിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ഈ ദുഷ്പ്രവണതയാണ് ഇത്. പോലീസ് വാഹനങ്ങളും മറ്റും സൗകര്യങ്ങളും കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് IPSകാരാണ് എന്ന് കാണാം. സമ്പന്നരുമായുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിസിനസ് ബന്ധങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കലും ഈ സൂക്ഷ്മ അന്വേഷണത്തിന് വിധേയമാക്കിയാൽ കാര്യങ്ങൾ ആർക്കും നിസ്സംശയം ബോധ്യമാകും. ADGP അജിത് കുമാറിനെതിരെയും മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും ഇപ്പോഴത്തെ SP ശശീന്ദ്രനെതിരെയും PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നാണ് താൻ കരുതുന്നത്. ഏത് ഗൗരവമുള്ള കേസുകളും ഒന്നുമല്ലാതെയാക്കാൻ പ്രാപ്തിയും ശേഷിയുമുള്ളവരാണിവർ. ജനപ്രതിനിധികളെ പുച്ഛിക്കുകയും കാര്യം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കളുടെ കാല് പിടിക്കുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ തുറന്നു കാട്ടപ്പെടേണ്ടവരാണ്. പണ്ട് P ജയരാജൻ കണ്ണൂരിൽ പോലീസിനെ വിമർശിച്ചതിനാൽ ആദ്യം ഫീൽഡ് ഔട്ട് ആയത്. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല. കാരണം ആഭ്യന്തര വകുപ്പിനോട് മുഖ്യമന്ത്രിക്ക് പോലും ഈ താല്പര്യമില്ല. പിണറായി സർക്കാരിന് ഇനി 1.5 കൊല്ലം മാത്രമാണ് ഉള്ളത്. സ്വാഭാവികമായി ഉദ്യോഗസ്ഥർ പുറംതിരിഞ്ഞു നിൽക്കും. ഇക്കാര്യം KPCC അധ്യക്ഷൻ K സുധാകരൻ തുറന്നു പറയുകയുമുണ്ടായി. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പോലീസിൽ പിടുത്തം കുറഞ്ഞു. ശശിക്കെതിരെയാണ് പോലീസ് നീങ്ങുന്നതെന്ന് CPM നേതാക്കൾ പറയുന്നു. P ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് പോലീസ് ഭരിക്കുന്നത്. എന്നാൽ സേനയിൽ ഉള്ളവരുടെ പിടുത്തവും അയഞ്ഞു. പഴയ പോലീസ് സിംഹങ്ങൾക്ക് ഇപ്പോൾ റോൾ ലഭിക്കുന്നുമില്ല. ADGP MR അജിത് കുമാറിന്റെ കയ്യിലാണ് ക്രമസമാധാനത്തിന്റെ ചുക്കാൻ. അദ്ദേഹം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണെങ്കിലും പോലീസിലെ ചില പാരമ്പര്യവാദികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല. അജിത്തിനെതിരെയാണ് നീക്കം ശക്തമാകുന്നത്. ശശി ഇന്ന് പാർട്ടിക്ക് വിശ്വസ്തനാണ്. പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഇതിനെ വലിയൊരു തെറ്റായി CPM കാണുന്നില്ല. വ്യക്തിപരമായി തെറ്റ് ചെയ്യുന്ന നേതാക്കളോ പ്രവർത്തകരോ അച്ചടക്ക നടപടി കാലത്ത് പാർട്ടിക്കെതിരെ തിരിഞ്ഞുവെങ്കിൽ അവരെ അതേ പദവിയിലേക്കോ അതിലും ഉയരത്തിലേക്കോ മടക്കിക്കൊണ്ടുവരുന്നതും CPMന്റെ പതിവാണ്. തെറ്റു ചെയ്യാനും തിരുത്തുവാനും പാർട്ടിക്ക് സ്വന്തം നിയമങ്ങളാണുള്ളത്. ആ മാർഗത്തിലൂടെ തിരിച്ചെത്തിയാലാണ് P ശശി സദാചാര വിരുദ്ധ ആരോപണങ്ങൾക്ക് ശശി പാർട്ടിയും പുറത്താക്കുന്നത് 2011 അന്ന് തൊട്ടിന്നോളം പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോട്ടമോ ശശിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ ഈ പോലീസ് സേനയ്ക്കെതിരെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മിനു മുനീർ രംഗത്തെത്തിയതാണ് മുകേഷിന് വെല്ലുവിളിയായത്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവർ ആരോപണം ഉന്നയിച്ചത്. ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചു എന്നാണ് മിനു മുനീർ പറയുന്നത്. എന്തായാലും പലതരത്തിലുള്ള MLAമാർ, അതായത് മുകേഷ്, അതുപോലെ തന്നെ അൻവർ, അതുപോലെ തന്നെ KT ജലീൽ, ഇവരെല്ലാവരും തന്നെ പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ മുകേഷുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നത്, മുകേഷ് പറഞ്ഞത് കേട്ട് ഞാൻ ആകെ തരിച്ചുപോയെന്നും പിന്നീട് അമ്മയിലെ അംഗത്വം എനിക്ക് നിഷേധിക്കേണ്ടി വന്നുവെന്നും, കാരണം ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ഒന്നും മിന്നുവിനെ അറിയില്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചപ്പോൾ ജയസൂര്യയും ഇടവേള ബാബുവും മണിയൻ പിള്ള രാജുവും ഒക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത്. ഈ മൊഴിയിൽ എല്ലാം ഉണ്ട്. ഏതായാലും CPM MLAമാർ അഴി എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് ചുരുക്കമാകുന്ന ചില സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.